ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറൊന്നല്ല, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് വിദ്യാർത്ഥികൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള കുട്ടികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്ന സെൻറ്റൻസുകളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം ഇതേക്കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. മാത്രമല്ല, കുറച്ച് ലൈവിൻ്റെ കാര്യങ്ങളും കൂടി അവസാനം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. അവൾ ഇന്നലെയും ഇന്നും പഠിച്ചിട്ടില്ല. അല്ലെ, ഇപ്പൊ എക്സാം ഒക്കെ അടുത്ത ടൈം ആവുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവൾ ഇന്നലെയും ഇന്നും പഠിച്ചിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കൺഫ്യൂഷൻ വരുന്നതാണ് ഇന്നലെയും ഇന്നും എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇന്നലെ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഡിഡിൻ എന്ന് യൂസ് ചെയ്യും അല്ലേ, പാസ്റ്റില്. ഇനി ഇന്നെന്ന് പറയുമ്പം നമുക്കറിയാം ഓൺ ദി സ്പോട്ടിൽ ഇപ്പോൾ അവൾ എന്നായതുകൊണ്ട് ഹാസിൻ്റെ എന്നൊക്കെ യൂസ് ചെയ്യും. അപ്പൊ ഇതിൽ ഏത് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അവൾ ഇന്നലെയും ഇന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു സെന്റൻസ് പറയാം. ഷി ഹാസിന്റ് സ്റ്റഡീഡ് യെസ്റ്റർഡേ ഓർ ടുഡേ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് ഇങ്ങനെയും പറയാം, ഷി ഡിഡിന്റ് സ്റ്റഡി യെസ്റ്റർഡേ. അല്ലെ, ഇന്നലത്തെ കാര്യമായതുകൊണ്ട് ഷി ഡിഡിന്റ് സ്റ്റഡി യെസ്റ്റർഡേ ആൻഡ് ഷി ഹാസിന്റ് സ്റ്റഡീഡ് ടുഡേ. അല്ലെ, ഷി ഹാസിന്റ് സ്റ്റഡീഡ് ടുഡേ ഏതർ എന്നും കൂടി അവസാനം ആഡ് ചെയ്യാം. ഇന്നലെയും ഇന്നും എന്നുള്ള കാര്യം ആയതുകൊണ്ട് നമുക്ക് അവസാനം ഏതർ എന്ന് യൂസ് ചെയ്തിട്ട് പറയാം, ഷി ഡിഡിന്റ് സ്റ്റഡി യെസ്റ്റർഡേ ആൻഡ് ഷി ഹാസിന്റ് സ്റ്റഡീഡ് ടുഡേ either. അപ്പൊ ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ളത് ഷി ഹാസിന്റ് സ്റ്റഡീഡ് യെസ്റ്റർഡേ ഓർ ടുഡേ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളത് രണ്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ രണ്ടിന്റെയും രീതി ഇതാണ്. ഓക്കെ, അവൾ ഇപ്പോൾ പഠിക്കുകയാണ്. അവൾ ഇപ്പോൾ പഠിക്കുകയാണ്. ഷീ ഈസ് സ്റ്റഡിയിങ് നൗ. ഷീ ഈസ് സ്റ്റഡിയിങ് നൗ. അവൾ ഇപ്പോൾ പഠിക്കുകയാണ്. അവൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കും. അവൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കും. ഇത് അവളുടെ ഒരു ശീലാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ വരാനിരിക്കുന്ന ഒരു കാര്യമായിട്ട് കൂട്ടരുത്. ഇതൊക്കെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. അപ്പം അവൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കും. ഷീ ഗെറ്റ്സ് അപ്പ് ഏർലി ആൻഡ് സ്റ്റഡീസ്. ഇവിടെ രണ്ട് വെർബ് വരുന്നുണ്ട്, ഒന്ന് സ്റ്റഡീസ് ആണ്, ഒന്ന് ഗെറ്റ്സ് അപ്പ് എന്നാണ്. ഷീ ഗെറ്റ്സ് അപ്പ് ഏർലി ആൻഡ് സ്റ്റഡീസ്. അവൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കും അല്ലെങ്കിൽ പഠിക്കാറുണ്ട്. ഓക്കെ, അവൾ രാവിലെ 5 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെ പറയാ, അവൾ രാവിലെ 5 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇവിടെ സബ്ജക്റ്റ് അവൾ ആയതുകൊണ്ട് ഷി ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 5 AM മുതൽ. അല്ലെ, 5 മണി മുതൽ എന്നാണ്. അതുകൊണ്ട് അവിടെ സിൻസ് എന്ന് നമ്മൾ യൂസ് ചെയ്തു. ഷി ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 5 AM. അവൾ രാവിലെ 5 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ ആണല്ലോ. അവൻ ഒട്ടും പഠിക്കാറില്ല. അവൻ ഒട്ടും പഠിക്കാറില്ല. ഹി ഡസിന്റ് സ്റ്റഡി അറ്റ് ഓൾ. ഹി ഡസിന്റ് സ്റ്റഡി അറ്റ് ഓൾ. ഇവിടെ ഡസിന്റ് യൂസ് ചെയ്തത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട്, അതുപോലെ നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ, അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഡസിന്റ് യൂസ് ചെയ്തത്. ഹി ഡസിന്റ് സ്റ്റഡി അറ്റ് ഓൾ. അവൻ ഒട്ടും പഠിക്കാറില്ല. അവർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. ഇങ്ങനെ പറയാ, അവർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് പറയാനുള്ള സെന്റൻസ് ആണ് കേട്ടോ. ദേ ആർ സ്റ്റഡിയിങ് ഫോർ ദ എക്സാം. ദേ ആർ സ്റ്റഡിയിങ് ഫോർ ദ എക്സാം. അവർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. നീ ഈ പാഠം പഠിച്ചോ? കുട്ടികളോട് നമുക്ക് ചോദിക്കാം, ടീച്ചേഴ്സിന് ചോദിക്കാം, നീ ഈ പാഠം പഠിച്ചോ? Did you study this lesson? Did you study this lesson? നീ പാഠം പഠിച്ചോ? ഹാവ് യു യൂസ് ചെയ്തും ചോദിക്കുക. ഇപ്പം ഓൺ ദി സ്പോട്ടിൽ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നീ പാഠം പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ ഈ പാഠം പഠിച്ചോ? ഹാവ് യു സ്റ്റഡീഡ് ദിസ് ലെസൺ? ഹാവ് യു സ്റ്റഡീഡ് ദിസ് ലെസൺ? ഇങ്ങനെ ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ. എനിക്ക് പാഠം പഠിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറയാ, എനിക്ക് ഈ പാഠം പഠിക്കാൻ കഴിയുന്നില്ല, പറ്റുന്നില്ല. ഐ കാൺട്ട് സ്റ്റഡി ദിസ് ലെസൺ. ഐ കാൺട്ട് സ്റ്റഡി ദിസ് ലെസൺ. ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചില്ല. ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചില്ല. ഐ ഡിഡിന്റ് സ്റ്റഡി എനിത്തിങ് യെസ്റ്റർഡേ. ഐ ഡിഡിന്റ് സ്റ്റഡി എനിത്തിങ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവൾ പഠിച്ചില്ല.
കഴിഞ്ഞ ദിവസം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവൾ പഠിച്ചില്ല. ഇവിടെ ഒരു കാരണം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ പറയാം? ഷീ ഡിഡ്ന്റ് സ്റ്റഡി ദ അതർ ഡേ. അതർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നാണ്. ഷീ ഡിഡ്ന്റ് സ്റ്റഡി ദ അതർ ഡേ ബിക്കോസ് there was no electricity. There was no electricity. ഇന്നലെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവൾ പഠിച്ചില്ല. She didn't study the other day because there was no electricity. ഓക്കെ, നിനക്ക് കുറച്ച് സമയം പഠിച്ചൂടെ? നമ്മളൊക്കെ മക്കളോട് ചോദിക്കാറുള്ളതാണ്, നിനക്ക് കുറച്ച് സമയം പഠിച്ചൂടെ? ഫോണിലൊക്കെ കളിക്കുന്ന മക്കളോട് നമ്മൾ പറയാറുണ്ട് അല്ലെ, നിനക്ക് കുറച്ച് സമയം പഠിച്ചൂടെ, പഠിച്ചാൽ എന്താ? ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കാം? Can't you study for a while? Can't you study for a while? ഇവിടെ can't എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് നിനക്ക് കുറച്ച് സമയം പഠിക്കാൻ കഴിയില്ലേ എന്നുള്ള ഒരു മീനിങ് ആണ്. Can't you study for a while? അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചോദിക്കാം, നിനക്ക് കുറച്ചു നേരം പഠിച്ചാൽ എന്താ? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചോദിക്കുകയാണെങ്കിൽ why don't you study for a while? Why don't you study for a while? രണ്ട് രീതിയിലും ചോദിക്കാം കേട്ടോ. അവൻ പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോഴേക്കും ഉറങ്ങും. അല്ലെ, ചില കുട്ടികളുണ്ടല്ലോ അങ്ങനെ, അവൻ പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോഴേക്കും ഉറങ്ങും. അതായത് അവൻ പഠിക്കാൻ പുസ്തകം എടുക്കുന്ന ഉടനെ അവൻ ഉറങ്ങും എന്നുള്ളതാണ് അല്ലെ. എടുക്കുമ്പോഴേക്കും, എടുക്കുന്ന ഉടനെ അവൻ ഉറങ്ങും. അപ്പൊ നമുക്കിവിടെ as soon as യൂസ് ചെയ്ത് പറയാം. He falls asleep as soon as he pick up a book to study. He falls asleep as soon as he pick up a book to study. അവൻ പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോഴേക്കും, എടുത്ത ഉടനെ അവൻ ഉറങ്ങും എന്നാണ് പറയുന്നത്. He falls asleep as soon as he pick up a book to study. അവന് ഭയങ്കര മടിയാണ് പഠിക്കാൻ. അവന് ഭയങ്കര മടിയാണ് പഠിക്കാൻ. അവന് പഠിക്കാൻ ഭയങ്കര മടിയാണ് എന്നിങ്ങനെ പറയാം. മടി lazy എന്നാണ് അല്ലെ. He is very lazy to study. He is very lazy to study. ഞാൻ എപ്പോഴും ഈ പാഠം പഠിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഈ പാഠം പഠിക്കാറുണ്ട്. I always study this lesson. I always study this lesson. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെ നിങ്ങളൊക്കെ പറയാറുണ്ടോ? I like studying English. I like studying English. നീ ഇംഗ്ലീഷ് പഠിച്ചോ? നീ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് നമുക്കൊരു കുട്ടിയോട് ചോദിക്കണമെങ്കിലോ? Did you study English? Did you study മലയാളം? Did you study maths? എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാകും. ഇത് വേറൊരു സിറ്റുവേഷൻ ആണ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാകും. He must have studied English. He must have studied English എന്ന് പറയാം. അവർ ഇംഗ്ലീഷ് മാത്രം പഠിക്കുകയാണ്. അവർ ഇംഗ്ലീഷ് മാത്രം പഠിക്കുകയാണ്. They are studying only English. They are studying only English. അവർ ഇംഗ്ലീഷ് മാത്രം പഠിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങി. എങ്ങനെ പറയാ? We all started studying. We all started studying. എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ഒരു രീതിയാണെങ്കിൽ എങ്ങനെ പറയാ? I'm not interested in studying. I'm not interested in studying. I'm not interested in studying. വാണ്ട് യൂസ് ചെയ്ത് പറയാം, അത് വേറെ സിറ്റുവേഷനിൽ. ഇവിടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ, അപ്പൊ നമുക്കിവിടെ I'm not interested in studying എന്നാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മാത്സ് പഠിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ ചില സബ്ജക്റ്റുകൾ ഡിഫിക്കൽട്ട് ഉണ്ടാവുമല്ലോ. മക്കൾ പറയാറുണ്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്നില്ല. I can't study English. I can't study English. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്നില്ല. അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാ? അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞില്ല. He couldn't study English. He couldn't study English. നീ വിളിച്ചപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. ഇതൊരു സിറ്റുവേഷൻ ആണ് അല്ലെ. നീ വിളിച്ചപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. She was studying when you called. She was studying when you called. നീ വിളിച്ചപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. നീ വിളിച്ചപ്പോൾ അവൾ പഠിക്കാനിരിക്കുകയായിരുന്നു. അതായത് നേരത്തെ അവൾ പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇനി നീ വിളിച്ചപ്പോൾ അവൾ പഠിക്കാനിരിക്കുകയായിരുന്നു, അതായത് പഠിക്കാൻ പോവുകയായിരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? She was about to study when you called. She was about to study when you called. വിളിച്ചപ്പോൾ അവൾ പഠിക്കാനിരിക്കുകയായിരുന്നു, ആ ഒരു സമയം അല്ലെ. അവൾ ഉച്ചവരെ പഠിച്ചു.
അതിനുശേഷം ഉറങ്ങി. അവൾ ഉച്ചവരെ പഠിച്ചു, അതിനുശേഷം ഉറങ്ങി. എങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളൊരു ഗുഡ് ന്യൂസ് പറയാണ്, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 8:30, 8:45, 9, അപ്പോൾ 9-ന്റെയും 10-ന്റെയും അല്ലെങ്കിൽ ഒരു 8, 8:45 ആ ഒരു സമയത്ത് നമ്മൾ ലൈവ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ഇനി ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ലൈവ് ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രാത്രിയാണ് എല്ലാവർക്കും പറ്റുന്ന സമയം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 8:45, ഒരു 9:45 ആ ഒരു ഇതിലായിട്ട്, ഇനി 9 മണി മുതൽ 10 മണി വരെ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു സമയം, അതായത് 8:45 മുതൽ ഒരു 9:45, 10 മണിന്റെ ഉള്ളിലായിട്ട് തീർക്കും. അരമണിക്കൂറോ 3/4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് ലൈവ് ചെയ്യാന്ന്. ലൈവില് ചൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതായത് ഒരു സെന്റൻസിൽ നമ്മൾ എപ്പോഴാണ് വെർബ് മാറ്റേണ്ടത്, എപ്പോഴും ഏത് ഓക്സിലറിക്ക് ഏത് വെർബ്, ഏത് വെർബിന് ഏത് ഓക്സിലറി, അതുപോലെ എവിടെയാണ് പ്രിപ്പോസിഷൻ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക ഈ ഓരോരോ സെന്റൻസുകളിൽ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ലൈവിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം തോന്നുന്നത്, അപ്പോഴും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും ഇന്ന് രാത്രി നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുക, ഞാൻ നോട്ടിഫിക്കേഷൻ വിടുന്നുണ്ട്. ഓക്കെ. ഈ വീഡിയോയുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക, ലൈവിന്റെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.